സിസ്റ്റർ പ്രീതി മേരിയുടെയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസിന്റെയും ജയിൽവാസം ഇനിയും നീളും. ഇരുവർക്കുമെതിരെ മനുഷ്യക്കടത്ത്, മതപരിവർത്തനം എന്ന ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയതുകൊണ്ടാണ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിക്കാതിരുന്നത്. നാളെ ദുർഗ് ജില്ലാ സെഷൻസ് കോടതിയിൽ ഹർജി നൽകും. നല്ല രീതിയിൽ നിരാശയുണ്ട്, അതിനോടൊപ്പം പ്രത്യാശയുണ്ട്. ഇനിയും കിട്ടും, കിട്ടാതെ വരികയാൽ ഇപ്പം ഇച്ചിരി ദുരിതം അനുഭവിച്ചാലും കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ട്. NK പ്രേമചന്ദ്രനും ബെന്നി ബെഹനാനും ഫ്രാൻസിസ് ജോർജും ഉൾപ്പെട്ട സംഘം ഉച്ചയോടെ ജയിലിലെത്തിയെങ്കിലും കന്യാസ്ത്രീമാരെ കാണാൻ അനുമതി ലഭിച്ചിരുന്നില്ല. ജയിലിന് മുന്നിൽ സമരമിരിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് പിന്നീട് കാണാൻ സാധിച്ചത്. എന്നാൽ വൈകിട്ടെത്തിയ ഇടത് പ്രതിനിധി സംഘത്തെ ജയിലിനകത്തെ സന്ദർശന സമയം കഴിഞ്ഞെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് തടഞ്ഞു. തെറ്റിദ്ധാരണയുടെ പുറത്ത് സംഭവിച്ച കേസാണ് എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. കാര്യങ്ങൾ നേരിട്ട് വിശദീകരിക്കാൻ അനൂപ് ആന്റണി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടു. കന്യാസ്ത്രീമാർ മതപരിവർത്തനത്തിനോ മനുഷ്യക്കടത്തിനോ ശ്രമിച്ചിട്ടില്ല എന്ന് BJP വ്യക്തമാക്കുന്നുണ്ട്. അവരുടെ ഒപ്പം ഞങ്ങൾ ഉണ്ടാവും. അവർക്ക് നീതി നൽകണവരെ BJP കേരളത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും വേണമെങ്കിൽ ഞാനും അവിടെ പോയി ഇരുന്ന് അവർക്ക് വേണ്ട സഹായവും വേണ്ട സപ്പോർട്ടും ഞങ്ങൾ കൊടുക്കും. കന്യാസ്ത്രീമാരുടെ മോചനത്തിനായുള്ള ഇടപെടലുകൾ എല്ലാ തലത്തിലും നടക്കുന്നുണ്ട്. വിഷയം പാർലമെന്റിൽ ഇനിയും ഉന്നയിക്കപ്പെടും. ഇന്ന് രാവിലെയും MP-മാർ പാർലമെന്റ് കവാടത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.